അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോത്തിൻ്റെ അല്ലെങ്കിൽ കന്നുകാലികളുടെയൊക്കെ മൂക്കിലുണ്ടാകുന്ന മുറിവുകൾ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മരുന്നിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പോത്തിൻ്റെയൊക്കെ മൂക്ക് പഴുക്കാനായിട്ടുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് നമ്മൾ മൂക്ക് കുത്തുന്ന ടൈമിൽ ആദ്യത്തെ ഒരാഴ്ച വേണ്ട പരിചരണം കൊടുക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പോത്ത് വളർന്നു വരുന്നതിനനുസരിച്ച് അതിൻ്റെ മൂക്കിൻ്റെ കയറ് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ടൈറ്റായി വരുന്ന കയറ് ലൂസ് ചെയ്ത് നമ്മൾ എപ്പോഴും കയറൊന്ന് കറക്കിയിട്ട് കൊടുക്കുക. അതായത് അതിനാവശ്യമായിട്ടുള്ള ലൂസ് ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് ടൈറ്റായിട്ട് പിന്നെ മൂക്ക് പഴുത്തിട്ട് പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നത്. ഒരിക്കലും നമ്മൾ പോത്തിൻ്റെ മൂക്കിലുണ്ടാകുന്ന മുറിവുകൾ നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ മൂക്കിലുണ്ടാകുന്ന മുറിവ് പെട്ടെന്ന് പഴുത്തിട്ട് അതിൽ പുഴുക്കൾ വരാനും അതുപോലെ തന്നെ അതിൻ്റെ പോത്തിൻ്റെ സൈസ് കുറയാനും പിന്നെ തീറ്റ എടുക്കുന്നതൊക്കെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റകളൊന്നും ശരീരത്തിൽ പിടിക്കാതെ വരിക, അതിന് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂക്കിലുണ്ടാകുന്ന മുറിവുകൾ ഒരിക്കലും, പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് കണ്ടുവന്ന് വരാൻ പറ്റില്ല. ചിലപ്പോൾ ഉള്ളിൽ നിന്നായിരിക്കും മുറിവുകൾ ഉണ്ടാകുന്നത്. നമുക്ക് കയർ മാറ്റുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ മുറിവുകളും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിത് വരാതിരിക്കാനായിട്ടും അല്ലെങ്കിൽ തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മരുന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ്, കുറച്ച് അധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. കുറച്ച് കല്ലുപ്പിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് 2 പോത്തുള്ളത് കാരണം 2-3 ദിവസമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ആ ഉപ്പ് നല്ല രീതിയിൽ അലിഞ്ഞ് ആ വെള്ളമായിട്ട് ചേരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഓവറായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന രീതിയിൽ, അതായത് ചെറിയൊരു ചൂട് കിട്ടുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ചെറിയ ബോട്ടിലേക്ക് ആ വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് എടുക്കുക. പിന്നെ ആ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ചെറിയൊരു സുഷിരം നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് വെള്ളം അതുവഴി പോകാനായിട്ടാണ് നമ്മൾ ചെറിയൊരു ഹോൾ ഇടുന്നത്. ഒരു ആണിയോ അല്ലെങ്കിൽ സ്ക്രൂ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയൊരു ഹോൾ നമ്മൾ ഇട്ടെടുക്കുക. വെള്ളം ചെറിയ രീതിയിൽ പോകുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ടെടുക്കുക. ശേഷം അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ മൂക്കിൽ ഒഴിക്കുന്നതിന് മുന്നോടിയായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരെ പോത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അടിക്കുക. ഒരിക്കലും താഴെ നിന്ന് മുകളിലേക്ക് അടിക്കരുത്, കാരണം അതിൻ്റെ മണ്ടയിലൊക്കെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് വേറെ ബുദ്ധിമുട്ടുകൾക്ക് കാരണം. അതുകൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് അടിക്കുക. അതിൻ്റെ മൂക്കിന് ചുറ്റുമായിട്ട് വീഴുന്ന രീതിയിലും അതുപോലെ അതിൻ്റെ കയറ് ഫുള്ളായിട്ട് നമുക്കത് അടിച്ച് നനയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അടിച്ച് നനച്ച ശേഷം കയറ് നമുക്ക് കറക്കി വിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കയറ് നല്ല രീതിയിൽ നമ്മുടെ ഈ വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കുക. പിന്നെ പതിയെ ആ കയറൊന്ന് കറക്കി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ച ആ ഭാഗം കറക്റ്റ് അതിൻ്റെ മൂക്കിൻ്റെ നമുക്ക് ഉള്ളിലോട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആ കയറിൽ അടിച്ചതിന് ശേഷം ഇത് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ചെറിയ രീതിയിലൊന്ന് കറക്കി വിട്ട് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ഒഴിച്ച ഭാഗം കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് വരികയും ആ ഉപ്പ് വെള്ളം അതിൻ്റെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് എത്താനും സാധ്യത വളരെ കൂടുതലാണ്.
അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ വെള്ളം അടിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ ചവിട്ട്, അതായത് കാലുകൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ടുള്ള ചവിട്ട് കൊള്ളാതെ നോക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക. എല്ലാ പോത്തും ഇതുപോലെ നിന്ന് തരണമെന്നില്ല. കാരണം ഇത് അടിക്കുന്ന ടൈമിൽ അതിന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ആ വെള്ളം നമ്മളതിൻ്റെ മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് ഫോഴ്സിലൊന്നും അടിക്കരുത്, ചെറിയ രീതിയിൽ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.